എല്ലാവർക്കും നമസ്കാരം. ലിബറൽ സീസൺ 3 ആരംഭിക്കുകയാണ്. എൻ്റെ ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ 13.8 ഒരു സീരീസാണ്. ഞാനെങ്ങനെ യുക്തിവാദിയായി എന്നുള്ള ഒരു പ്രോഗ്രാമാണ്. അത് ഏകദേശം ഒരു 55ഓളം എപ്പിസോഡുകളിപ്പം കവർ ചെയ്ത് കഴിഞ്ഞു. ഈ പരിപാടിയുടെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, സമൂഹത്തിൽ യുക്തിവാദ ജീവിതം അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്താ ജീവിതം നയിക്കുന്ന വ്യക്തികളെ സമൂഹത്തിന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പരിപാടിയുടെ പ്രധാന ഉദ്ദേശ ലക്ഷ്യം. കാര്യം, ഒരു യുക്തിവാദിയാകുക അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര ചിന്തനാകുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല. അതിനകത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഓരോരുത്തരും ഒരു സ്വതന്ത്ര ചിന്തകനോ അല്ലെങ്കിൽ ഒരു യുക്തിവാദിയോ ആയി മാറുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നിടത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനും കാണും സമൂഹത്തിൻ്റെ കൂടെ. കാര്യം, അത് ഒഴുക്കിനെതിരെയുള്ളൊരു പോരാട്ടമാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾക്ക് ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് പുഷ്കരൻ ചേട്ടനാണ്. നമസ്കാരം പുഷ്കരൻ ചേട്ടാ. നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇതിനു മുമ്പ് അസോസിയേഷനുകളുമായി ബന്ധപ്പെട്ട് ഞാൻ റെയിൽവേയിൽ 37 വർഷം സ്റ്റേഷൻ മാസ്റ്ററായി സർവ് ചെയ്ത് റിട്ടയറായ ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളിൽ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. അതോടൊപ്പം റെസിഡൻഷ്യൽ കോളനി എന്ന് നമ്മൾ പറയാൻ പാടില്ലല്ലോ, റെസിഡൻഷ്യൽ ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയും കുറച്ച് കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. അതുമാത്രമാണ് എനിക്കുള്ള പ്രവർത്തന പരിചയം. അപ്പോൾ നമുക്ക് പുഷ്കരൻ ചേട്ടൻ റെയിൽവേയിൽ നിന്നും സ്റ്റേഷൻ സൂപ്രണ്ടായിട്ടാണ് റിട്ടയർ ചെയ്തിരിക്കുന്നത്. നേരിട്ട് അദ്ദേഹത്തിൻ്റെ യുക്തിവാദ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ചേട്ടാ, നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ ഒരു ഘടന തന്നെ ഈ നമ്മളൊരു ബാല്യകാലം എങ്ങനെയായിരുന്നു എന്നാണ്. ഒരു വിശ്വാസ കുടുംബത്തിലാണോ ജനിച്ചത് എന്നുള്ളതാണ്. വിശ്വാസ കുടുംബത്തിലാണ് ജനിച്ചെങ്കിൽ എങ്ങനെയാണ് ഇതിലേക്കുള്ളൊരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടായത്? ഇതൊന്ന് ആദ്യം ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും? ശരി. തീർച്ചയായും നമ്മളെല്ലാവരും ജനനം വിശ്വാസത്തിലേക്കായിരിക്കും. വിശ്വാസമില്ലാതെ ജനിക്കണമെങ്കിൽ ഇനി അടുത്ത തലമുറയ്ക്ക് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അല്ലാതെ ഞാൻ 62 ആണ് ജനനം. ആ സമയത്ത് എല്ലാവരും ജനിക്കുന്ന വിശ്വാസത്തിലേക്കാണ്. നമ്മുടെ വീട്ടിൽ എൻ്റെ ഒരു പഴക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് എല്ലാവരും കുട്ടികൾ 9 പേരുണ്ട്. അമ്മ സന്ധ്യയ്ക്ക് സന്ധ്യാനാമം വിളക്ക് കത്തിച്ച് സന്ധ്യാനാമം ജപിക്കണം. രാമരാമ ജപിക്കലാണ് പണി. അത് എത്ര ജപിക്കുമെന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ അരമണിക്കൂർ വരെയൊക്കെ നീണ്ടുപോകും. അത് മൂത്ത ആളാണ് തീരുമാനിക്കുക എത്ര നേരം ജപിക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ജപിച്ച് കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കിട്ടുള്ളൂ, കഞ്ഞി കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ജപം അതാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഞാൻ ഈ ഒരു ഏകദേശം 11-12 വയസ്സ് കാലഘട്ടത്തിൽ തന്നെ ഒരു ഈശ്വര ചിന്തയിൽ നിന്ന് മാറാനുള്ള സാഹചര്യം ഉണ്ടായി. അത് ഈ ഫാമിലി മൊത്തത്തിൽ സിനിമയ്ക്ക് പോവുകയാണ്. എല്ലാവരും സിനിമയ്ക്ക് പോകുമ്പോൾ ഞാൻ മാത്രം അമ്പലത്തിൽ പോയി പുഷ്പാഞ്ജലി നടത്തിയിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് എന്നെ ശിവക്ഷേത്രത്തിലേക്ക് പറഞ്ഞെടുക്കുക. ഞങ്ങളുടെ അടുത്തെന്ന് വെച്ചാൽ കുറച്ച് ദൂരമാണ്, മുടിക്കോട്. ശിവക്ഷേത്രത്തിൽ പോയി പുഷ്പാഞ്ജലി കഴിച്ച് വരുമ്പോഴേക്കും അന്ന് സിനിമ തുടങ്ങും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, അവിടെ ആൽത്തറയിലിരുന്ന ആളെടുത്ത് പൈസ ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഇന്ന നക്ഷത്രത്തിലൊരു പുഷ്പാഞ്ജലി നടത്തണം എന്ന് പറഞ്ഞ് അത് ഏൽപ്പിച്ചിട്ട് പോന്നു. അവിടെ എത്തുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രസാദമൊക്കെ അവർ ആവശ്യപ്പെടും. പക്ഷേ എങ്കിലും പ്രസാദമൊന്നും ചെയ്തില്ല, സിനിമ കാണുക എന്നുള്ളൊരു മുഖ്യമായിരുന്നു. അങ്ങനെ അപ്പോൾ തന്നെ എനിക്ക് അറിയാം, ഇതൊക്കെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ അത്ര ഈശ്വരവിശ്വാസത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം വളരെ അധികം ദാരിദ്ര്യം. കാരണം എനിക്ക് 4 വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചതാണ്. 9 പേരുള്ള ഞങ്ങളുടെ കുടുംബത്തെ അമ്മ മൂത്ത സഹോദരങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. അതുകൊണ്ട് നമുക്ക് എന്തിനാണ് ഈ ഈശ്വരവിശ്വാസം? നാമം ജപിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആവശ്യം എന്ന നിലയ്ക്ക് ഞങ്ങൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ചെറിയ ക്ലാസ്സിൽ തന്നെ. അതിനുശേഷം ഈ അമ്പലങ്ങളിൽ പോകും. അങ്ങനെയല്ല പോകാമെന്ന് വെച്ചാൽ മറ്റുള്ളവരോടൊപ്പം പോകും. ഞാൻ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും സഞ്ചരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ തൃശ്ശൂർ വടക്കുന്നാഥനും പാറമക്കാവും തിരുമ്പാടിയൊക്കെയാണ് പോകാത്തുള്ളൂ. ബാക്കി പുറമേയുള്ള എല്ലാ ക്ഷേത്രങ്ങളും അതെന്ന് വെച്ചാൽ ഈ ഷർട്ടൂരി ഒക്കെ ഊരി പോകാമെന്നുള്ള മടിക്കാണ്. തമിഴ്നാട്ടിൽ ഞങ്ങൾ വർഷങ്ങളോളം തമിഴ്നാട്ടിൽ വർക്ക് ചെയ്തതാണ്. തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക മധുര, തഞ്ചാവൂർ, തിരുച്ചി, ചിദംബരം, ശീർകാഴി, രാമേശ്വരം, അങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളിലും ഞാൻ ദർശനം നടത്തിയിട്ടുണ്ട്. ദർശനം മീൻസ് എന്ന് വെച്ചാൽ അത് ദർശനം നമുക്ക് പറയാം.
അത് കാണാൻ വേണ്ടി പോകുന്നു. അവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് അറിയാം. ഞാൻ കൊടുമുടി സ്റ്റേഷനിൽ കുറച്ചു കാലം വർക്ക് ചെയ്തിരുന്നു. ഒരു മുൻമൂർത്തി ക്ഷേത്രം എന്നാ പറയാം, 3 ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുള്ള ക്ഷേത്രം. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ സാങ്ക്ചം സാങ്കോറിയത്തിൽ വരെ നമ്മളെ ഇരുത്തും. അവിടെ കയറി നമുക്ക് പൂജ നടത്താൻ പറ്റും. ഈ ശ്രീരംഗത്തും അതേപോലെ പോവാം. അവിടെ ഷർട്ടും ഒന്നും അഴിക്കുകയും വേണ്ട, പാൻറ് ഇട്ട് ഷർട്ടിട്ട് തന്നെ പോയി അവരവിടെ പൂജ നടത്തി തൊപ്പിയൊക്കെ വെച്ച് തരും. അത്ര സിമ്പിളാണ്. അവിടെ ഭക്തിക്കൊന്നും ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. ഭക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ ഭക്തിക്കായിരിക്കും കാണാൻ വരുന്നവരുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ചിന്താഗതി മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്പലങ്ങളിൽ പോയിരുന്നു, എല്ലാ അമ്പലങ്ങളിലും പോയിട്ടുണ്ട്. പക്ഷേ ഭക്തി എന്നുള്ളത് എനിക്ക് അപൂർവമാണ്. ഞാൻ അതുകൊണ്ടാണ് ഈ വടക്കുന്നാഥനിൽ പോയിട്ടില്ല, പാറമക്കാവിൽ പോയിട്ടില്ല, തിരുവമ്പാടി പോയിട്ടില്ല, നമുക്കിവിടുത്തെ തൃശ്ശൂരത്തെ ക്ഷേത്രങ്ങളൊന്നും തന്നെ ഞാൻ പോയിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ വിദ്യാഭ്യാസ കാലഘട്ടം വരുമ്പോൾ, ഈ കോളേജ് വിദ്യാഭ്യാസം അങ്ങനെയുള്ള കാലഘട്ടം വരുമ്പോൾ എങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു പ്രവർത്തനം? നമ്മളൊരു ചിന്താഗതിയും വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ കോളേജിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഉള്ള പ്രവർത്തനം? അതായത് എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു സ്കൂൾ പഠനകാലം തൊട്ട് ഒരു അടിയന്തരാവസ്ഥയിൽ രക്ഷപ്പെട്ട തലമുറയിൽപ്പെട്ട ആളാണ് ഞാൻ. അടിയന്തരാവസ്ഥ ഇല്ലെങ്കിൽ ഞാൻ പഠിച്ച പട്ടിക്കാട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്നും സ്കൂളേ നടക്കില്ല. അത് എനിക്കറിയാം. അവിടെ ക്ലാസ്സും ഇല്ല, ഒന്നുമില്ല. ഞാൻ അടിയന്തരാവസ്ഥനെ പുഴുത്തല്ല കേട്ടോ. അക്കാലത്താണ് കുറച്ച് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം 77 SLC എഴുതി ജസ്റ്റ് രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അതിനുശേഷം ഇവിടെ തൃശ്ശൂർ ഗവൺമെൻറ് കോളേജിലാണ് എൻ്റെ പ്രീ ഡിഗ്രിയും ഡിഗ്രിയും. എൻ്റെ PG പഠനം കേരള കോളേജിലായിരുന്നു വിത്ത് യൂണിവേഴ്സിറ്റി മെറിറ്റ് സ്കോളർഷിപ്പുകൾ. അപ്പോൾ നമുക്ക് എത്ര പിന്നിൽ നിന്ന് വന്നാലും നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഉയർന്നു വരാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ. കാരണം എനിക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും, കാരണം നമ്മൾ അപകർഷതാബോധം ഉണ്ട്. ഒരു ഫാമിലിയിൽ നിന്ന്, പാവപ്പെട്ട ഫാമിലിയിൽ നിന്ന്, ദരിദ്രരായ ഫാമിലിയിൽ നിന്ന് വന്നിട്ട് വളരെ ബുദ്ധിമുട്ടി ടൗണിൽ വന്ന് ടൗണിലത്തെ എല്ലാ കാട്ടിക്കൂട്ടിൽ കാണുമ്പോൾ നമുക്കൊരു കോംപ്ലക്സ് തോന്നും. പക്ഷേ ആ കാലഘട്ടത്തിൽ എനിക്ക് സഹായിയായത് മാണി വർഗീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒരു സുഹൃത്താണ്. ഇയാൾ ഒരു റാഡിക്കൽ മൂവ്മെൻറ്റിൻ്റെ മെമ്പറായിരുന്നു. ഈ റാഡിക്കൽ എന്ന് പറഞ്ഞ അന്നൊരു സ്റ്റുഡൻസ് മൂവ്മെൻ്റ് ഉണ്ട്. ആ റാഡിക്കൽ എന്ന് പറഞ്ഞത് അന്ന് SFIനെ എതിർത്ത്, SFIനെയും KSUവിനെയും എതിർത്ത് തൃശ്ശൂർ ഗവൺമെൻറ് കോളേജിൽ നിന്നൊരു മിടുക്കനാണ് ഈ മാണി വർഗീസ്. അയാൾ പിന്നീട് മിലിറ്ററി ജോയിൻ ചെയ്തു. ആ കഥകളൊക്കെ പിന്നീട് പറയാം. പക്ഷേ അന്ന് ഇങ്ങോട്ടാണ് എന്നെ ആദ്യമായി തൃശ്ശൂർ വാഞ്ചി ലോഡ്ജ്, തൃശ്ശൂരിലുള്ളവർക്ക് അറിയാം, KSRT സ്റ്റാൻഡിൻ്റെ അപ്പുറത്തുള്ള വാഞ്ചി ലോഡ്ജിൽ അന്ന് ജനകീയ സാംസ്കാരിക വേദിയും പ്രേരണയും കോമ്രേഡൊക്കെ നടത്തുന്ന KS സദാശിവൻ്റെ അടുത്ത് വാഞ്ചി ലോഡ്ജിലെ റൂമിൽ പോയി ഇടയ്ക്ക് അവരുമായിട്ടുള്ള ചർച്ചകളിലൂടെ. അത് കാരണം അന്നൊരു പുരോഗമന പ്രസ്ഥാനമായി ഞാൻ കണ്ടത് ജനകീയ സാംസ്കാരിക വേദിയാണ്. അതോടൊപ്പം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ അംഗത്വം, അതിൻ്റെ ഒരു ബ്രാഞ്ച് ഞങ്ങൾ ചുവന്നമണ്ണിൽ തുടങ്ങി. ശാസ്ത്രകലാ ജാഥയ്ക്ക് ഞാനിത് ഇതായിട്ട് പറയുന്നതല്ല, എൻ്റെ കൂടെയുള്ള നയന ക്ലബ് എന്നുള്ള എല്ലാ ഒരു 10-50 ചെറുപ്പക്കാരെയും കൂടി സംഘടിപ്പിച്ച് പുസ്തകം വിറ്റ് ആ കാലത്തിൽ ഒരു ശാസ്ത്ര പരിഷത്തിൻ്റെ ശാസ്ത്രകലാ ജാഥയ്ക്ക് സ്വീകരണം നൽകിയിരുന്നു. ആ ചുവന്നമണ്ണെന്ന് പറഞ്ഞൊരു റിമോട്ട് ഏരിയയിൽ. അതുമാത്രമല്ല, ഈ റാഡിക്കൽ എന്ന് പറഞ്ഞ വിപ്ലവ വിദ്യാർത്ഥി സംഘടനേനെ വിപ്ലവ വിദ്യാർത്ഥി സംഘടന എന്ന പേര് മാറ്റുന്നത് 3 മുറിയിൽ ഒരു 90s 82 ആ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. 80 ആ കാലഘട്ടത്തിൽ അന്ന് K വേണുവൊക്കെ ഒളിവിലാണ് നക്സൽ പ്രസ്ഥാനത്തിൻ്റെ. ആ K വേണു ജോളിവിൽ നിന്ന് പങ്കെടുത്തൊരു മീറ്റിങ്ങിൽ വരെ ഞാൻ അന്ന് 3 മുറിയിൽ നമ്മുടെ കൊടകരയ്ക്കപ്പുറത്ത് പങ്കെടുത്തിരുന്നു. അതുപോലെ ഈ ചിത്തരഞ്ജൻ്റെയും ഇതിൽ സീനിയറായിട്ടുള്ള ആളുകൾക്ക് അറിയുന്നുണ്ടാവും, B രാജീവൻ, ചിത്തരഞ്ജൻ, അവരൊക്കെ. പിന്നെ ഏറ്റവും മറക്കാനാവാത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ഞാൻ കോളേജിൻ്റെ ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ പോസ്റ്ററുകൾ ഒട്ടാറില്ല. അപ്പോൾ ഞാനും മാണി വർഗീസും എൻ്റെ ഒരു സുഹൃത്ത് അനിൽകുമാർ ഞങ്ങളെല്ലാവരും കൂടി പോസ്റ്ററൊക്കെ എഴുതി, വിപ്ലവം തോക്കിൻ കുഴലിലൂടെ എന്ന് നമ്മുടെ ക്ലാസ്സിൻ്റെ ഇതിൽ കൊണ്ടുപോയി പോസ്റ്റർ റൂമിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചു. അന്ന് ഞങ്ങളുടെ അധ്യാപകർ ഫാക്കൽറ്റിയിൽ
നമ്മുടെ KGS സാറും ആറ്റൂർ രവിവർമ്മ സാറാണ് മലയാളം ക്ലാസ് എടുക്കുന്ന ഗവൺമെൻറ് കോളേജിൽ. അപ്പോൾ KGS സാർ ഒരു ദിവസം വന്നിട്ട് ഈ പോസ്റ്റർ കണ്ടിട്ട് പറഞ്ഞു, വിപ്ലവം തോക്കിൻകൂടിലൂടെ അല്ല നടത്തുന്നത്, വിപ്ലവം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ മാറ്റത്തിലൂടെയാണ് വിപ്ലവം വരേണ്ടത് എന്ന് പറഞ്ഞ ആ ഒരു സബ്ജക്റ്റിൽ അന്നത്തെ ക്ലാസ് മുഴുവൻ ഈ സബ്ജക്റ്റായിട്ട് ബന്ധപ്പെട്ട ആളെടുത്തു. അതോടുകൂടി നമ്മളുടെ മാനുഷിക പരിഗണനയ്ക്ക് ഞാനത് ഈ പ്രസ്ഥാനത്തോട് നക്സലൈറ്റ് പ്രസ്ഥാനത്തോടുള്ള ആഭിമുഖ്യം കുറഞ്ഞൊന്നുമില്ല, എങ്കിൽ തന്നെ അത് ആയുധം കൊണ്ടല്ല മനസ്സുകൊണ്ടാണ് കീഴടക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നു. അതിനുശേഷം കുറേ ചാരുമഞ്ചാറിൻ്റെ ഗ്രൂപ്പിലും എല്ലാം പ്രവർത്തിച്ചിരുന്നു. ഈ റീസെൻ്റായിട്ട് നിങ്ങൾ അറിയുന്ന ഇവിടെ സാഹിത്യ അക്കാദമി ഹാളിൽ തന്നെ KR മാധവൻ അനുസ്മരണം നടത്തിയിരുന്നു. ആ KR മാധവനായിട്ടും CM സുധാകരൻ അങ്ങനെ കുറച്ച് പേരായിട്ടൊക്കെ ബന്ധപ്പെട്ട് കള്ളിച്ചിത്ര ആദിവാസി കോളനിയിൽ ചിമ്മിണി ഡാം പണിയുമ്പോൾ മുങ്ങിപ്പോകുന്ന ആ ആദിവാസികളെ എങ്ങനെയാണ് അന്ന് നമ്മുടെ സർക്കാരും പാർട്ടികളും പറ്റിച്ചു എന്നുള്ളത്, അവരെ എങ്ങനെ വഞ്ചിച്ചു എന്നുള്ള നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മുടെ ഈ ബോൾഷെവിക്ക് AV ആര്യൻ ബോൾഷെവിക്കുകാർ അവരൊന്നും മുതലെടുക്കുകയാണെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് മാറി എന്ന് പറയാനില്ല, അത് എൻ്റെ സുഹൃത്ത് നിങ്ങൾക്കൊക്കെ അറിയുന്ന ആൾക്കാരായിരിക്കും. കാർത്തികേയനൊക്കെ നിങ്ങൾക്ക് അറിയാം, അശോകൻ, കാർത്തികേയൻ, ഫ്രാൻസിസൊക്കെയാണ് ഞങ്ങളന്ന് ഈ വിപ്ലവ വിദ്യാർത്ഥി സംഘടനയിൽ പങ്കെടുക്കുമ്പോൾ മുന്നണിയിലുണ്ടായിരുന്നത്. ഞങ്ങളെല്ലാവരും കൂടി അപ്പോൾ ഒരു തീരുമാനമാണ്, മുണ്ടൂർ രാവുണ്ണി വിയ്യൂർ സെൻട്രൽ ജയിലിൽ കിടക്കുകയാണ്, വിചാരണ നടത്താതെ ജയിലിൽ അടച്ചിരിക്കുക. അയാളെ വിടുതലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ജയിൽ ഉപരോധിക്കണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് പേരെ ഉള്ളെങ്കിലും നമ്മൾ പോകണം എന്നുള്ള രീതിയിൽ. പക്ഷേ വീട്ടിൽ നിന്ന് അമ്മ, എനിക്കും പേടിയുണ്ടായിരുന്നു, കാരണം ഇത് നമ്മുടെ ഭാവി പോണ കാര്യമാണ്. അന്ന് അറിയില്ലെങ്കിലും പക്ഷേ ഇതിൽ ഇൻവോൾവ് ആയത് ഞാൻ അതിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്തത്. അത് എൻ്റെ ഒരു തുറന്ന് പറയണതിൽ എനിക്ക് മടിയില്ല. കാരണം വിയ്യൂർ സെൻട്രൽ ജയിൽ ഉപരോധിക്കാൻ പോകാമെന്ന് പറഞ്ഞത് ആ ഒരു പരിപാടിയിൽ നിന്ന് ഞാൻ പിന്നെ പോയി അതിനെപ്പറ്റി അറിയില്ല. പിന്നെ മുന്നൂർ രാവുണ്ണിക്ക് ഇവിടെ തൃശ്ശൂർ ജയിലിൽ നിന്ന് മോഹിച്ചതിന് ശേഷം സ്വീകരണം നൽകിയതിലൊക്കെ ഞാൻ പങ്കെടുത്തിരുന്നു. അപ്പോൾ അതാണ് എൻ്റെ കോളേജ്. അപ്പോൾ ഞാൻ ഈ ഡിഗ്രി വിത്ത് യൂണിവേഴ്സിറ്റി മെറിറ്റ് സ്കോളർഷിപ്പോട് പാസ്സായി PGക്ക് ചേരുമ്പം നമ്മുടെ അബ്ദുൾ റസാഖ് എന്ന് പറഞ്ഞ പ്രൊഫസർ പറഞ്ഞു, നിങ്ങൾ നമ്മുടെ ജോൺ മത്തായി സെൻറ്ററിൽ പോയി PG എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ പ്രസ്ഥാനം നമ്മളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കേരളവർമ്മ കോളേജിൽ ചേരണം, കേരളവർമ്മയിലാണ് സ്റ്റുഡൻസ് ഉള്ളത്, അവരിൽ നിന്ന് ഒരു നല്ലൊരു യൂണിയൻ ഉണ്ടാക്കി നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ കേരളവർമ്മ കോളേജിലാണ് പോയി ചേർന്നത്. അതൊക്കെ ചിലപ്പോൾ തെറ്റായിരിക്കും. അതുകൊണ്ട് ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു, ഞാൻ റെയിൽവേയിൽ അപ്പോയിൻമെൻറ്റ് കിട്ടി. ഇതിനകത്തെ നമ്മൾ ഇത് മതവിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള സഹപാഠികളുമായിട്ടുള്ള തർക്കങ്ങളോ അല്ലെങ്കിൽ ഈ മതവിശ്വാസം കാരണം നമ്മൾക്കൊരു സഹപാഠിയെ ഉപേക്ഷിക്കേണ്ടി വരിക അല്ലെങ്കിൽ സഹപാഠി നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരികയോ ചെയ്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ ഒരു കാര്യം കൂടി, ഈ യുക്തിവാദം എന്ന് പറയുന്ന ഒരു സംഗതി, അതല്ലെങ്കിൽ നമ്മൾ ആദ്യം ഒറ്റയടിക്ക് നമുക്ക് ഒരു യുക്തിവാദത്തിലേക്ക് വരാൻ പറ്റില്ല, കുറേ അന്വേഷണങ്ങളും സംശയങ്ങളൊക്കെ ഉണ്ടാകും. ഏത് കാലഘട്ടത്തിലാണ് ഈ ഒരു പരിപൂർണമായിട്ടും ഈ ഒരു യുക്തിവാദിയായി മാറിയത്, അല്ലെങ്കിൽ നിരീശ്വരവാദിയായിട്ട് മാറിയത് ഏത് കാലഘട്ടത്തിലാണ്, എത്രാമത്തെ വയസ്സിലാണ് എന്നുള്ളത്? അല്ല, നിരീശ്വരവാദം എന്ന് പറയുന്നത് ഈ ഇത്തരത്തിലൊരു പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഈശ്വരവിശ്വാസം ഇല്ലായ്മയാണ് എൻ്റെ അടിസ്ഥാനമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. അതിനാരെ കോട്ട് ചെയ്തിട്ടൊന്നുമല്ല ഞാൻ പറയണത്. പക്ഷേ ഏകദേശം ഞാൻ ഈ പറഞ്ഞില്ലേ, എൻ്റെ ഈ 11ാമത്തെ വയസ്സിൽ ഈ സിനിമ കാണണോ അമ്പലത്തിൽ പോകണോ എന്നുള്ളൊരു തീരുമാനം വന്നപ്പോൾ സിനിമയ്ക്ക് പ്രിഫറൻസ് കൊടുത്തു. അതാണ് അതിന് ശേഷം ഈ വിശ്വാസം എന്ന് പറഞ്ഞത് മറ്റുള്ളവർക്ക് വേണ്ടി, അതായത് നമ്മുടെ കുടുംബത്തിന് വേണ്ടി പരിപാടികളിൽ പങ്കെടുക്കുക എന്നല്ലാതെ എനിക്ക് ഒരു ഈശ്വരവിശ്വാസം ഉണ്ടായിരുന്നില്ല. അത് എന്നുമില്ല. അങ്ങനെയാണ് ഞാൻ കടന്നു പോയിട്ടുള്ളത്. ഈ നമ്മൾ ഇനി അടുത്തൊരു വിവാഹ ജീവിതത്തിലേക്ക് വരാം. കുടുംബം എങ്ങനെയാണ്, ഒരു മതേതര വിവാഹമായിരുന്നോ അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അതിൻ്റെ വിവാഹ ജീവിതം?
പിന്നെ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം പറയുമ്പോൾ മൊത്തത്തിൽ ഞങ്ങൾ 9 സഹോദരങ്ങളാണ്. അതിൽ പീച്ചി ഇതിൽ ജോലി ഉണ്ടായിരുന്ന ഒരു ഏട്ടൻ മരിച്ചു. ബാക്കി 8 പേരും വിവാഹം കഴിച്ച് അവർ വ്യത്യസ്ത മതക്കാരിൽ നിന്നാണ് വിവാഹം. അറേഞ്ച്ഡ് മാരേജ് ഉണ്ട്. അറേഞ്ച് മാരേജ് ശരിയാവാത്തത് വീണ്ടും അവർക്ക് ഇഷ്ടമായിട്ടുള്ള ജീവിതം നടത്തുക. ഒരു ഫ്രീ തിങ്കിങ് മാതിരി തന്നെയായിരുന്നു. എനിക്ക് അറേഞ്ച്ഡ് മാരേജാണ് എൻ്റെ മാരേജ്. പക്ഷേ അതിൽ സാധാരണ വീട്ടിൽ വെച്ച് ഒരു താലി കെട്ടി നടന്ന വിവാഹം തന്നെയാണ് എൻ്റേത്. അവിടെ ജാതകമോ അങ്ങനെയൊന്നും നോക്കിയിട്ടല്ല, അത്തരത്തിലുള്ളൊരു വിവാഹമാണ് നടന്നിരുന്നത്. അതിനുശേഷം 2 കുട്ടികളാണ്. ഈ 2 പേരെയും കേന്ദ്രീയ വിദ്യാലയത്തിലാണ് പഠിച്ചത്. അതിനുവേണ്ടി ഞാൻ കഞ്ചിക്കോട്, ഒറ്റപ്പാലം, ലക്കിടിയിലൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കാലം. കഞ്ചിക്കോടാണ് കൂടുതൽ. കാരണം ഈ കുട്ടികളുടെ പഠനം KV എന്തായാലും KV കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജാതി മതം എന്നുള്ളൊരു കോളമില്ല. സ്കൂളിൽ കേന്ദ്രീയ വിദ്യാലയത്തിൽ അവിടെ അതൊന്നും മെൻഷൻ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അതുമാത്രമല്ല, ഈ 2 കുട്ടികളുടെയും +2 കഴിഞ്ഞുള്ള സർട്ടിഫിക്കറ്റിൽ ജാതി മതമൊന്നുമില്ല. അതിനുശേഷം എനിക്ക് ആദ്യത്തെ ജാതി അനുഭവം എൻ്റെ മകൻ്റെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് NSS എഞ്ചിനീയറിംഗ് കോളേജിൽ. അപ്പോൾ അന്ന് ഓപ്പൺ മെറിറ്റിൽ തന്നെ അവൻ ടെസ്റ്റ് ചെയ്ത് അവന് പ്രിഫറൻസിലാണ് NSS എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി ചേർന്നത്. ആ ചേർന്ന സമയത്ത് അവിടുന്ന് ജാതി മത കോളം ഫില്ല് ചെയ്യാതിരുന്നപ്പോൾ അവിടുത്തെ അത് ആരാണോ പ്യൂണാണോ ക്ലർക്കാണോ എന്നറിയില്ല, എന്താ അത് ഫില്ല് ചെയ്യാത്ത? അപ്പോൾ ഏത് ജാതിയാണ്, ഏത് മതമാണ്? അപ്പം ഞാൻ എൻ്റെ ഹിന്ദു ഈഴവ എന്നുള്ളത് നമ്മുടെ SSLC ബുക്കിലുണ്ട്. ഈ കുട്ടികൾക്കത് ആവശ്യമില്ലാത്ത അവരങ്ങനെ വരട്ടെ എന്ന് കരുതിയിരുന്നത് ഇത് ഫില്ല് ചെയ്യാത്ത ഓപ്പൺ മെറിറ്റാണ്. മെറിറ്റല്ലാതെ ഒരു OBC ഇതിൽ പോലും പോവാതെ ചെയ്തിട്ട് ഇവർ വളരെ താഴ്ന്ന നിലവാരത്തിൽ പെരുമാറിയത്. എന്നിട്ട് പിന്നെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട വന്നു. അതെനിക്ക് ഏറ്റവും ആദ്യം ഫീൽ ചെയ്തൊരു കാര്യമാണ് ഈ ജാതി ഫീലിംഗ്. പിന്നെ കോളേജ് കാലഘട്ടത്തിൽ അത് ഇന്നിവിടെ പറയണമെന്നറിയില്ല, കേരളവർമ്മ കോളേജ് ഹോസ്റ്റൽ അത് ഇന്ന് എത്ര പുരോഗമനം പറഞ്ഞാലും ആ കോളേജിൽ നമ്മൾ ദളിത് വിദ്യാർത്ഥികൾക്കായിട്ട് പ്രത്യേക റൂമുകൾ തന്നെയായിരുന്നു. അതായത് കേരളവർമ്മ മെൻസ് ഹോസ്റ്റലിൽ. അതുമാത്രമല്ല, ആ കുട്ടികൾക്ക് ഈ പൊതുവേ ഉള്ള ആളുകളായിട്ടൊന്നും ഇടപഴകാനുള്ള സൗകര്യങ്ങളുണ്ട്. ഞങ്ങളെന്ന് വെച്ചാൽ ഞാനൊക്കെ ആ ഹോസ്റ്റലിൽ നിന്നല്ല പഠിച്ചിരുന്നത്, എങ്കിൽ തന്നെ അവരുടെ കൂടെ, അതായത് നമുക്കൊരു അശ്ലീയം എന്ന് വെച്ചാൽ നമ്മൾ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഏത് നിമിഷം വേണമെങ്കിൽ പോയി ബന്ധപ്പെടാൻ പറ്റുന്നത് ഈ കുട്ടികളായിരുന്നു. അതെനിക്ക് മറക്കാനാവാത്തൊരു ഓർമ്മയാണ്. അതായത് നേരത്തെ പറഞ്ഞു നമ്മൾ ഈ നിർബന്ധിച്ചത് ഫില്ല് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഫില്ല് ചെയ്യാതിരുന്നാൽ എന്ത് സംഭവിക്കുമായിരുന്നു? നമുക്ക് അഡ്മിഷൻ നിഷേധിക്കാൻ പറ്റുമോ? അവർക്ക് അങ്ങനെ നിയമപരമായിട്ട് നമുക്കങ്ങനെ പറ്റുമായിരുന്നോ? അങ്ങനെ പറ്റുമോ? നമുക്ക് കോടതി ഉത്തരവ് വരെ ഉണ്ടല്ലോ, ജാതി മതമൊന്നും ആവശ്യമില്ല എന്നുള്ളത്. ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമാണ്, ജാതി മതവും ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് ഹൈക്കോടതി ഉത്തരവ് തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിർബന്ധാവസ്ഥയിൽ വന്നു പോയത്? അതായത് ഒരു നൈറ്റ് ഓഫ്, അങ്ങനെ റെസ്റ്റ്, അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരു ലീവ് പോലും കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് ഞാൻ അങ്ങനെയുള്ള സമയത്താണ് ഈ കുട്ടികളുടെ അഡ്മിഷന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു ഒഴിവഴി പറയണമല്ല, അത് ഫൈറ്റ് ചെയ്യണമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അത് സാധിച്ചില്ല എന്നുള്ളത് എൻ്റെ ഒരു വീഴ്ച തന്നെയായിട്ട് ഞാൻ കണക്കാക്കുന്നു. അന്ന് എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടി NSSൽ എൻജിനീയറിങ്ങിന് ചേരട്ടെ, ആ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു വിട്ടുവീഴ്ച എന്ന നിലയ്ക്കാണ് ഞാനത് അന്ന് ഫില്ല് ചെയ്ത് കൊടുത്തത്. അതുമാത്രമല്ല, അതിനുശേഷം എൻ്റെ മകന് ഈ കോളേജിൽ നിന്ന്, ഈ സ്ഥാപനത്തിൽ നിന്ന് വളരെയധികം എന്താ പറയുക, അവർ എങ്ങനെ ഒരു ആളെ മേലേക്ക് വരാതെ ഇരിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു വേണ്ടി തടയിടാവുന്ന രീതിയിൽ അവർ വളരെയധികം പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളതും കൂടി ഞാനിന്ന് പറയാനുണ്ട്. നമ്മൾ പുരോഗമനമായിട്ട് കണക്കാക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമല്ല NSS എഞ്ചിനീയറിംഗ് കോളേജ് അകത്തത്തറ എന്ന് എനിക്ക് ഇപ്പോൾ വേണമെങ്കിൽ ആരുടെ മുമ്പിലും തെളിയിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. അടുത്ത് നമ്മളിനി ഔദ്യോഗിക ജീവിതത്തിലേക്ക് പോകാം. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഒരു നിരീശ്വരവാദം അല്ലെങ്കിൽ മതനിരാസമൊക്കെ വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ
ഔദ്യോഗിക ജീവിതത്തിലേക്ക് കിടക്കുന്നത്. പൊതുവേ എല്ലായിടത്തും കാണുന്നത്, എല്ലായിടത്തും മതവിശ്വാസികളാണ് കൂടുതലുള്ളത്. ഈ നമ്മുടെ ഈ മതനിരാസം, ഈ യുക്തിചിന്ത ഈ ജോലിയെ ബാധിച്ചിട്ടുണ്ടോ ഏതെങ്കിലും വിധേനെ? അവിടെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും പറയാൻ സാധിക്കും? തീർച്ചയായും. അതായത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ എന്ന് പറഞ്ഞൊരു മഹത്തായ ഒരു പ്രസ്ഥാനമാണ്, വളരെയധികം പേര് ജോലി ചെയ്യുന്നു. പക്ഷേ വളരെയധികം മതവും വിശ്വാസവും ഏറ്റവും അധികമുള്ള ഒരു സ്ഥാപനമാണ് റെയിൽവേ. ഇവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പറയേണ്ട ആയുധ പൂജ എന്ന് പറയുന്നത് ഒരു പരിപാടിയാണ്. ഈ ആയുധ പൂജയ്ക്ക് എല്ലാ റെയിൽവേ സ്റ്റേഷനിലും എല്ലാ ഇൻസ്ട്രുമെൻറ്റുകളും സിഗ്നലിങ് ഇതിന് വന്ന് അപ്പാരറ്റ്സിലല്ല, സയൻറ്റിഫിക് ആയിട്ടല്ല വിശ്വസിക്കുന്നത്. അതിലൊക്കെ ചന്ദനക്കുറിയോ ഇതൊക്കെ തെറ്റ് അതിന് പൂജ ചെയ്ത് ഇത് ചെയ്താൽ മാത്രമാണ് അത് പ്രവർത്തിക്കുക എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അതുപോലെ എല്ലാ ഓഫീസുകളിലും, ഞാൻ വർക്ക് ചെയ്ത എല്ലാ ഓഫീസുകളിലും ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ, അതായത് സരസ്വതിയുടെയോ ചിത്രം ഉണ്ടാവും. അതിനപ്പുറത്തേക്കും കൂടി വളർന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ നമ്മുടെ ഷൊർണൂർ ഏരിയ എടുത്തു കഴിഞ്ഞാൽ, ഷൊർണൂർ ടുവേഴ്സ് ഈറോഡായാലും കുഴപ്പമില്ല, രണ്ട് ഏരിയയിലും അതായത് ദൈവത്തിന് ഇവിടെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും ബന്ധപ്പെട്ട് ഓരോ മുത്തപ്പൻ കോവിലുകളുണ്ട്. ഷൊർണൂർ തൊട്ടടുത്ത മുത്തപ്പൻ കോവിലൊക്കെ ഗണേശഗിരിയിലത്തെ ആഘോഷങ്ങൾ വളരെ അത്ഭുതകരമായിട്ടുള്ള ആഘോഷങ്ങളാണ്. അപ്പോൾ ഈ മുത്തപ്പനും ഈ വക ദൈവങ്ങളാണ് റെയിൽവേനെ ഇന്നും കൊണ്ടു നടക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഉള്ളത്. നമ്മളൊരു ട്രാക്കിൽ ചെറുനാരങ്ങ വരെ വയ്ക്കുന്ന പ്രവർത്തികൾ ചെയ്യും. പക്ഷേ ഇതിൽ നമ്മളൊക്കെ ഒറ്റപ്പെട്ട ആൾക്കാരാണ്. ഞങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറി നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം മിക്ക സ്റ്റേഷനുകളിലും ഇൻചാർജാണ് ഞാൻ. ചാർജ് ആയിക്കഴിഞ്ഞാൽ നമുക്കിതിൽ അപ്പോൾ വേറെ ആരെങ്കിലും അത് ചെയ്യണ്ട എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതോ എനിക്ക് ഓർമ്മയുള്ളത് നമ്മുടെ ലക്കിടി സ്റ്റേഷനിലൊക്കെ അവിടുത്തെ ഒരു അയ്യരുണ്ട്, എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അയ്യർ തന്നെ വന്ന് പൂജ ചെയ്താലേ നമ്മുടെ റെയിൽവേ സിസ്റ്റം ശരിയായ രീതിയിൽ നടക്കുള്ളൂ എന്നുള്ളൊരു വിശ്വാസമുള്ള ആ ഒരു സമൂഹമാണ് റെയിൽവേ എന്ന് പറഞ്ഞാൽ. അത്രയ്ക്ക് ഇന്നും നമുക്ക് കാണാം. ഇന്നും നമ്മൾ പ്രൈം മിനിസ്റ്റർ മുതൽ എല്ലാവരും തന്നെ നമുക്ക് കാണാമല്ലോ, ഓരോ പുതിയ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുമ്പോൾ അതിൻ്റെ വാസ്തുപൂജ മുതൽ എല്ലാ പൂജയും നടത്തിയിട്ട് തന്നെ ചെയ്യുന്നത്. റെയിൽവേയിൽ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസം വളരെ അധികമാണ്. ഇതിൽ ഈ നേരത്തെ പറഞ്ഞില്ലേ പൂജ കാര്യങ്ങൾ, അമ്പലം, ഇതിൻ്റെയൊക്കെ ഫണ്ട് യഥാർത്ഥത്തിൽ റെയിൽവേ നിന്നാണോ പോകുന്നത്, അതോ ഇതെല്ലാം കൂടി ജീവനക്കാർ പിരിച്ച് ചെയ്യുന്നതാണോ? അത് ജീവനക്കാർ പിരിച്ച് ചെയ്യുന്നത് തന്നെയാണ്. ഈ അമ്പലം ഒക്കെ എന്ന് വെച്ചാൽ പിന്നീട് വളരെ വരുമാനമാവും. ഒന്നും വേണ്ട, നമുക്ക് ട്രിച്ചിയിൽ ഒരു ട്രെയിനിങ് സ്കൂളുണ്ട്. ആ ട്രെയിനിങ് സ്കൂളിൽ തന്നെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ ട്രിച്ചി സോണൽ ട്രെയിനിങ് സ്കൂളിൽ തന്നെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ പോയി തൊഴുതിട്ടാണ് എല്ലാവരും രണ്ട് അമ്പലം. അപ്പോൾ അതാണ് റെയിൽവേയിൽ ഏറ്റവും അധികം വിശ്വാസികൾ. കാരണം ഇവരുടെ വിശ്വാസം കൊണ്ടും തൊഴിലും കൊണ്ടും മാത്രമാണ്, അല്ലാതെ ആ സിസ്റ്റത്തിനെ അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ലെങ്കിൽ ഒരൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത്. കാരണം എൻ്റെ 37 വർഷ സർവീസിൽ ഒരു ആക്സിഡൻറ്റ് പോലും എനിക്ക് സംഭവിച്ചിട്ടില്ല, എൻ്റെ ഫാൾട്ട് കൊണ്ട്. അപ്പോൾ ഒരു മനുഷ്യന് വളരെ ശ്രദ്ധയോടുകൂടി എത്ര അപകടങ്ങൾ നിങ്ങൾ എന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, പക്ഷേ എൻ്റെ ഈ 37 വർഷ സർവീസിൽ ഒരു അപകടം പോലും ഉണ്ടായിട്ടില്ല. ഞാനൊരു ഈശ്വരവിശ്വാസി അല്ല എന്നിട്ടും ഒന്നും നടന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. അതുമാത്രമല്ല, ഈ 37 വർഷം ആക്സിഡൻ്റ് ഇല്ലാതെ സർവീസ് ചെയ്താലും എനിക്ക് ആക്സിഡൻറ്റ് ഫ്രീ സർവീസ് അതിൻ്റെ അവാർഡ് നിഷേധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പല സിസ്റ്റത്തിനെയും ചോദ്യം ചെയ്തിരുന്നു സർവീസിൽ. ആ ചോദ്യം ചെയ്യാതെ അതിനുള്ള ചാർജസ്, ആക്സിഡൻറ്റ് ഫ്രീ സർവീസ് എന്ന് വെച്ചാൽ ഒരു ആക്സിഡൻ്റ് ഇല്ലാതെ 37 വർഷം സർവീസ് ചെയ്യുക എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് അത് ഒരു എന്താ പറയുക ഡിസിപ്ലിൻ അവാർഡ് മാതിരിയാക്കി ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു സിസ്റ്റമായിട്ട് എനിക്ക് ആ അവാർഡ് നിഷേധിച്ചു. അതായത് ഏകദേശം 2 ലക്ഷം രൂപയുടെ അടുത്തുള്ളൊരു അത് കിട്ടിയില്ല. അതെന്തായാലും ദൈവഭാഗ്യം കൊണ്ട് അത് പോയി കിട്ടി.
നമ്മളെ ഇപ്പം ചേട്ടന് എത്ര വയസ്സായി ഇപ്പം നിലവിൽ ഞാൻ എൻ്റെ ഒഫീഷ്യൽ ഡേറ്റ് ഓഫ് ബർത്ത് 15/7/1962 അതനുസരിച്ച് ഞാൻ 62 വയസ്സും 6 മാസം കഴിഞ്ഞു. ശരിക്കും എനിക്ക് 62 വയസ്സായിട്ടുള്ളൂ. സ്കൂളിൽ കൊണ്ട് ചേർക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലെ അധ്യാപകർ അന്ന് 5 വയസ്സ് തികഞ്ഞു എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ആ ഡേറ്റ് ഓഫ് ബർത്ത് ഇട്ട് സ്കൂളിൽ അഡ്മിഷൻ എടുത്തതാണ്. ഇത് ചോദിക്കാനുള്ള കാരണം സാധാരണ നമ്മളെല്ലാവരും പറയണത് ഈ നിരീശ്വരവാദം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള യുക്തിചിന്തയൊക്കെ ഈ ചോരത്തിളപ്പുള്ള സമയത്ത് തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതെ മുൻപിൻ നോക്കാതെ എടുക്കുന്ന ഒരു തീരുമാനമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇനി വയസ്സാം കാലമാകുമ്പോൾ ഇനി വയസ്സോട് അങ്ങോട്ട് അടക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഏകദേശം ജീവിതം കഴിയാം. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടം വരുമ്പം എല്ലാവരും ദൈവത്തെ വിളിക്കും എന്നാണ് എൻ്റെ കൂടെ കുറേ പേര് ഒട്ടുമിക്ക ആൾക്കാരും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വിളിക്കാൻ തോന്നുന്നുണ്ടോ ഇപ്പോഴും? ഇതുവരെ തോന്നിയിട്ടില്ല. അതായത് ഞാൻ എൻ്റെ റിട്ടയർമെൻറ്റ് സ്റ്റേജിൽ 2022 ഞാൻ കഞ്ചിക്കോടാണ് വീട്. കഞ്ചിക്കോട് തന്നെയാണ് താമസിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ട്. ഞങ്ങളുടെ നാട്ടിൽ ഒരു വീട് വെച്ചു, ഈ ചുവന്ന മണ്ണ് തൃശ്ശൂർ ജില്ലയിൽ. ആ വീട് വെച്ചിട്ട് അതിൻ്റെ ഹൗസ് വാമിങ് നടക്കുമ്പോൾ അതിൽ എല്ലാ തരം വൈഫിന് കുറച്ച് വിശ്വാസമുണ്ട്, ബന്ധുക്കളുണ്ടല്ലോ, ബന്ധുക്കൾ നാട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് അവർക്ക് എല്ലാ തരം ഹോമങ്ങളും ഇതൊക്കെ നടത്തണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ വീടിൻ്റെ ഉദ്ഘാടനത്തിന് അങ്ങനെയൊന്നും നടത്തണ്ട. ആകെപ്പാടെ ചെയ്യുന്നത് നമ്മുടെ ഫാമിലിയിൽ ഏറ്റവും ചെറിയ കുട്ടി, അതായത് എല്ലാ ബന്ധുക്കളിലും അന്ന് 3 വയസ്സായ ശ്രുതി അന്ന് കുട്ടീനെ കൊണ്ട് ഒരു നാട കെട്ടിച്ച് അത് മുറിച്ചിട്ടാണ് ഞാൻ എൻ്റെ വീടിൻ്റെ ഹൗസ് വാമിങ് നടത്തിയത്. യാതൊരുവിധ മതപരമായ ചടങ്ങുകളില്ലാതെ. അത് ഈ ലാസ്റ്റ് കഴിഞ്ഞ് പിന്നെ കുട്ടികൾ, മകൻ കല്യാണപ്രായമായി, മകള് PGക്ക് NID അഹമ്മദാബാദിൽ പഠിക്കുകയാണ്, അതും കഴിയാറായി. അപ്പോൾ ഇവർ രണ്ടാളുടെയും പഠനം കഴിഞ്ഞ് അവരുടെ വിവാഹം വേണമെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ ഈ ജാതി മത വർണ്ണ വർഗം നോക്കാതെ തിരഞ്ഞെടുത്ത് കല്യാണം കഴിക്കാം. ഒരു മതപരമായ ചടങ്ങുമില്ലാതെ വിവാഹം കഴിക്കാമെന്നുള്ളൊരു മനസ്ഥിതിയുള്ള ഒരാളാണ് ഞാൻ. കാരണം എനിക്കത് നമുക്ക് സാധിച്ചില്ല. അടുത്ത തലമുറയെങ്കിലും ആ അവസ്ഥയിലേക്ക് പോകണം. പിന്നെ ഇതിനോട് ചേർത്ത് ഒരു ചെറിയൊരു എൻ്റെ 2 സജഷൻസാണ് കേട്ടോ പൊതുവായിട്ട് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ ഈ റെസിഡൻഷ്യൽ അസോസിയേഷനിൽ കുറച്ച് കാലം വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. ഇപ്പോൾ കഞ്ചിക്കോട് ലക്ഷ്മി കോളനി എന്ന് പറഞ്ഞ ഒരു റെസിഡൻഷ്യൽ അസോസിയേഷൻ ഉണ്ട്. അവർ അതായത് നമ്മുടെ സമൂഹത്തിൻ്റെ പരിച്ഛേദമായിട്ടുള്ള എല്ലാവിധ ജനവിഭാഗങ്ങളും ഉള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയാണത്. നമുക്ക് അത്തരത്തിലുള്ള റെസിഡൻഷ്യൽ, അതായത് അവിടെ ജാതി മതം കമ്മ്യൂണിറ്റി ഭാഷ ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്ന ഒരു സമൂഹമായിരിക്കുന്നു. അങ്ങനെയുള്ള, അതായത് കേരളത്തിൻ്റെ പരിച്ഛേദമായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയകൾ നമ്മൾ ഡെവലപ്പ് ചെയ്താൽ മാത്രമാണ് നമ്മളൊരു നല്ല സൊസൈറ്റി. അതായത് നമുക്ക് നമ്മുടെ തരക്കാരോട് കൂടി മാത്രം ജീവിക്കുക എന്നുള്ളത് മാറി എല്ലാ വിധത്തിലുള്ളവരോട് കൂടി ഒരുമിച്ച് ജീവിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ റെസിഡൻഷ്യൽ ഏരിയകൾ അങ്ങനെ മാറ്റണം എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. അത് ഞാനിവിടെ സമർപ്പിക്കുകയാണ്. നമ്മളെ അടുത്ത് ചോദിക്കാനുള്ളത്, ഇനി എങ്ങാനും ഒരു ദൈവം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ദൈവം ഉണ്ടെന്ന് നമുക്കൊന്ന്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നാളെ ഒരു ദൈവം പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാലോ നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാകുമോ? അത് നമ്മളിപ്പം ഇന്ന് കാണുന്നത് സമൂഹം പൊതുവെ വലതുപക്ഷമായിട്ടൊരു മാറ്റത്തിലേക്ക് പോകുന്നത്. കാരണം ഈ പഴയ മാമൂലുകളൊക്കെ പൊക്കിക്കൊണ്ടുവന്ന് എല്ലാവരും ദൈവമോ, അതായത് സാമ്പത്തികമായിട്ട് ഉന്നതി ഉണ്ടാകുമ്പോൾ, കേരളത്തിൻ്റെ ഞാൻ പൊതുവെ പറയുന്നൊരു കാര്യമാണ്, സാമ്പത്തിക ഉന്നതി ഉണ്ടായപ്പോൾ അത് മുഴുവൻ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ പരിണമിച്ചിരിക്കുകയാണ്. സയൻറ്റിഫിക് ടെമ്പർ ഉള്ളവർ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവം ഇനി ഇന്ന് വന്നു പ്രത്യക്ഷപ്പെടുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അസാധ്യമായ കാര്യങ്ങളാണ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളതാണ് കേട്ടോ, എൻ്റെ ഇനി എങ്ങനെ ദൈവമായി മാറോ എന്നുള്ളത്, നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്യുമോ എന്നുള്ളത് ഒരു സംശയം മാത്രമാണ് എനിക്കുള്ളൂ.
അതിന് മേലെ ദൈവത്തിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ഇത് ഞാൻ ചോദിക്കാൻ കാര്യം എന്താണെന്നറിയുമോ, ഇപ്പം നമ്മൾ കോവിഡ് കാലഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. നമ്മൾ ഒരു ആശ്രയമായിട്ട് അമ്പലത്തിലൊക്കെ പോകുമ്പം അമ്പലത്തിൽ നിന്നോ പള്ളിയിൽ നിന്നോ പറയുകയാണ് നിങ്ങൾ അങ്ങോട്ട് ദയവായി വരരുത് എന്ന് അവിടുത്തെ അച്ഛനും പൂജാരിയൊക്കെ നമ്മളോട് പറയുകയും ആ കാലഘട്ടം വാക്സിനൊക്കെ ശാസ്ത്രം കണ്ടുപിടിച്ച് വാക്സിനൊക്കെ എടുത്ത് വൈറസിനെയൊക്കെ ഒരുവിധം നിയന്ത്രണ വിധേയമാക്കിയതിന് ശേഷം ഇതേ വിശ്വാസികൾ ഈ കമഴ്ന്ന് വീഴുന്ന കാഴ്ചയാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പം കണ്ടില്ലേ ശബരിമലയിലേക്കൊക്കെ വണ്ടികൾ നിരന്തരം ഇങ്ങനെ പോകുന്നത് യാതൊരു വിധത്തിലുള്ള ഒരു യുക്തിബോധമോ ഒന്നും ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു വിശ്വാസ സമൂഹമാണ് നമ്മളുള്ളത്. ഇതിനെങ്ങനെ നോക്കി കാണുന്നുണ്ട്? അതിൽ യാതൊരു സംശയമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മുടെ അതായത് നടുത്തുണ്ടം വേണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. നടുത്തുണ്ടം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം എന്നുള്ളതാണ്. അതായത് നമുക്ക് തലയും വേണ്ട വാലും വേണ്ട, നടുക്കുള്ള കഷ്ണം തന്നെ. അത് നമ്മൾ ടോട്ടലി എല്ലാവർക്കും ഈ നടുത്തുണ്ടത്തിന് വേണ്ടിയിട്ടുള്ള ഈ പരക്കം പാച്ചിലാണ്. അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ് നമുക്ക് കാണാൻ. അതുകൊണ്ടാണ് ഈ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ റേഷണലായിട്ട് ചിന്തിച്ചാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. എനിക്ക് തോന്നുന്നില്ലേ, അപ്പോൾ നമ്മൾ പൊതുവേ പറയാറുണ്ടല്ലോ, ഈ മതങ്ങളെ വെച്ചിട്ട് ഈ ദൈവങ്ങൾ, പല ദൈവങ്ങൾ, ഈ ദൈവങ്ങളെല്ലാം ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എല്ലാവരും യുക്തിവാദികളാണ്. മറ്റു ദൈവത്തിൻ്റെ കാര്യം വരുമ്പോൾ സ്വന്തം ദൈവം മാത്രമേ ശക്തിയുള്ളൂ, മറ്റുള്ള ദൈവങ്ങളില്ല എന്നുള്ള രീതിയിൽ വരുന്നതുകൊണ്ട് അപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ എല്ലാവരും യുക്തിവാദികൾ തന്നെയാണ്. അവനവൻ്റെ കാര്യത്തിൽ മാത്രം ഈ ഒരു കോൺസെപ്റ്റ് മാത്രം, അതായത് നടുത്തുണ്ടം വേണം എന്നുള്ളതാണ്. അതിന് നമുക്ക് കാണാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാളികളുടെ ഒരു പ്രത്യേകിച്ച് അതൊരു വളരെ വിഷമം തോന്നുന്നതുകൊണ്ടാണ് ഞാൻ പറയണത്. നമ്മുടെ വീടിനകം വൃത്തിയാക്കിയിട്ട് ആ വേസ്റ്റ് റോഡിലേക്ക് തള്ളുക എന്നുള്ളതാണ് മലയാളികളുടെ എല്ലാ റോഡുകളും നോക്കിക്കഴിഞ്ഞാൽ അറിയാം. എവിടെയായാലും ഈ വേസ്റ്റ് കൊണ്ടിടുന്നത് ഈ സ്ഥാപനങ്ങളിൽ നിന്നും എല്ലാം കൊണ്ട് വേസ്റ്റ് ഇടുക, അത് പിന്നെ പട്ടി വലിച്ച് റോഡിൽ നടുക്കിടുക. ഇതാണ് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നൊരു കാഴ്ച. ഇത് തന്നെ നമ്മൾ ഇന്നിപ്പോൾ ഈ ഫോണുകളിൽ എവിടുന്നെങ്കിലും എന്തെങ്കിലും വേസ്റ്റ് നമ്മൾ ഫോണിൽ കിട്ടിയാൽ അത് ഫോർവേഡ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളും നോക്കിയാൽ അറിയാം മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അത് അസത്യപ്രചാരണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഈ മാലിന്യം നീക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനും കൂടിയുള്ളൊരു മൂവ്മെൻറ്റാണ് നമ്മൾ നടത്തണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒറ്റ ചോദ്യം എന്നുള്ളത്, നമ്മളിപ്പം സോഷ്യൽ മീഡിയ, പണ്ടത്തെ കാലത്ത് ഒരു യുക്തിവാദ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയും മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയ വന്നു, ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഇതിനകത്ത് കൂടുതലും മാലിന്യങ്ങൾ വരുന്നു എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. പക്ഷേ എന്നാലും നമ്മൾക്ക് ഈ സയൻറ്റിഫിക് ടെമ്പറും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു വരവ് ഈ ഒരു മേഖലയിൽ അല്ലെങ്കിൽ ഈ ഒരു യുക്തിവാദ മേഖലയിൽ ഒരു പുതിയൊരു ഉണർവ് ഉണ്ടാക്കിയിട്ടില്ലേ? കൂടുതൽ ആൾക്കാരിൽ ഇത് എത്താൻ സാധിച്ചില്ലേ ഈ സയൻറ്റിഫിക് ടെമ്പർ? തീർച്ചയായിട്ടും ഉണ്ടെന്ന് തന്നെ എനിക്ക് പറയാനുണ്ട്. കാരണം ഞാൻ കാലങ്ങളായി ഈ ദൈവവിശ്വാസി അല്ലാതെ ഇരിക്കുമ്പം ഇടയ്ക്ക് യുക്തിചിന്ത മാസിക വായിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അപ്പോൾ ഒരു രാമേന്ദ്രൻ എന്ന് പറഞ്ഞ മാഷ് ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല, അങ്ങനെയുള്ള പുസ്തകങ്ങൾ അതൊക്കെ വായിക്കല്ലാതെ അതിനപ്പുറത്തേക്ക് സമാന ചിന്താഗതിക്കാർ കുറേ വളരെയധികം പേരുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് തന്നെ മീഡിയയിൽ കൂടിയാണ്, ഈ സോഷ്യൽ മീഡിയയിലൂടെയാണ്. പ്രത്യേകിച്ചും ഈ നമ്മുടെ സി രവിചന്ദ്രൻ ഇങ്ങോരൊക്കെ പറയുമ്പോൾ അത് ആദ്യകാലത്തിൽ കേട്ടോ, ഞാൻ ഇപ്പോൾ ഇതായിട്ട് പറയണമെന്നല്ല, ആദ്യകാലത്ത് അതൊക്കെ വീഡിയോകളൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം, മനസ്സിന് ഈ സമാന ചിന്താഗതിക്കാരായുള്ള ആളുകൾ വളരെയധികം നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ സന്തോഷം തോന്നിയിരുന്നു. പക്ഷേ അതിൽ ഇപ്പോൾ കുറച്ച് ദുഃഖമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അത് എവിടെയെങ്കിലും ഏതെങ്കിലും തൊഴുത്തിൽ കൊണ്ട് കെട്ടാൻ ശ്രമിക്കുമ്പോൾ നമുക്കതിലൊരു ദുഃഖമുണ്ട്. അത്രമാത്രമേ ഞാൻ ഇത് കാര്യത്തിൽ പറയാനുള്ളൂ. നമുക്ക് ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ നമ്മൾ അവസാനം ഒരു ചോദ്യം കൂടി ചോദിച്ച് ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതായത് ഒരുപാട് ആൾക്കാർ, ചെറുപ്പക്കാരായിരുന്നാലും കുറേ പേര് ഈ ഒരു യുക്തിവാദ മേഖലയിലേക്കൊക്കെ വരാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അതായത് ചിലർപ്പം അവർക്ക് അവരുടെ സാഹചര്യം കൊണ്ടത് തുറന്ന് പ്രകടിപ്പിക്കാൻ പറ്റില്ല. ചിലവർക്ക് ചില ആശങ്കകളുണ്ട്, ചില സംശയങ്ങളുണ്ട്. ഈ മേഖലയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ചിന്താരീതിയിലേക്ക് വരുന്നവരോട് ചേട്ടന് പറയാനുള്ള ഒരു പോയിന്റ് അല്ലെങ്കിൽ 1-2 വാചകങ്ങൾ ഒതുക്കിയിട്ട് നമുക്ക് ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം.
ഇക്കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത് വെച്ചാൽ ചെറുപ്പക്കാർ തന്നെയാണ് വരേണ്ടത്. അത് മാത്രമല്ല, ചെറുപ്പക്കാരിൽ എനിക്ക് തോന്നുന്നില്ല ഈ വിശ്വാസങ്ങൾ അധികമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ ചിലപ്പോൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ പറഞ്ഞ മാതിരി ചെയ്യുന്നതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഇവരറിവില്ലായ്മ കൊണ്ടല്ല. കാരണം നമ്മളെക്കാൾ കൂടുതലായിട്ട്, നമ്മളൊക്കെ ഓൾഡ് ജനറേഷനാണ്, നമ്മളെക്കാൾ കൂടുതലായിട്ട് എല്ലാ കാര്യങ്ങളിലും എന്ത് കാര്യത്തിന് ആ നിമിഷങ്ങൾക്ക് വിരൽത്തുമ്പിൽ തന്നെ അവർക്ക് അറിയാൻ കഴിയുന്നൊരു സമൂഹത്തിൽ അവർ ഈ വിശ്വാസങ്ങളിൽ അടിപ്പെട്ട് ജീവിക്കുന്നത് ഞാൻ കരുതുന്നില്ല. അത് തന്നെ മതി അവർക്ക്. അതല്ലാതെ അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. ദൈവം ഈശ്വരവിശ്വാസം എന്നൊക്കെ പറയണതൊക്കെ കാലഹരണപ്പെട്ട ഒരു ഇതാണ്. ആ സമയത്ത് ഈ നാട്ടിൽ വീണ്ടും യുദ്ധങ്ങളും പിടിച്ചടക്കലുകൾ, എല്ലാ അക്രമ പ്രവർത്തനങ്ങളും നടക്കുന്നത് ഈ മതത്തിൻ്റെ പേരിലാണ്. അത് ഈ കുട്ടികൾക്ക് മനസ്സിലാവില്ലേ? ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും ഈ നമ്മളെല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതല്ലേ നമ്മുടെ മെയിൻ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള മതചിന്തകളൊക്കെ ഒഴിവാക്കി എല്ലാവരും ഒന്നായി സയൻറ്റിഫിക് ടെമ്പറോട് കൂടിയിട്ട് ജീവിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നന്ദി, നമസ്കാരം. അതാണ് നമുക്ക് പറയാനുള്ളത്. അതായത് ചേട്ടൻ അവസാനം പറഞ്ഞ പോലെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണമെങ്കിൽ ഈ ഒരു ചിന്താരീതിയിലേക്ക് ആൾക്കാർ വന്നാൽ, അതായത് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ ജീവിക്കുന്ന രാജ്യങ്ങളിൽ നോക്കിയാൽ, ഹാപ്പിനെസ് ഇൻഡെക്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും മതവിശ്വാസം ഇല്ലാതെ ജീവിക്കുന്ന രാജ്യങ്ങളിലുള്ള ആൾക്കാരുടെ സന്തോഷവും സമാധാനവും അത് തന്നെയാണ്. അത് ഈ ചിന്താരീതിയുടെ പ്രാധാന്യം വിളിച്ച് ഓതുന്നതെന്നാണ്. ഇതും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇത്രയും നേരം സഹകരിച്ച പുഷ്കരൻ ചേട്ടന് ചാനൽ 13.8 പേര് നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ തന്നെ ഇനി മറ്റൊരു അതിഥിയുമായി ഈ പ്രോഗ്രാമിൽ തന്നെ നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.